അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനായിട്ട് വന്നിരിക്കുകയാണ്. അതായത് മലയാള സിനിമ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സിനിമയും ട്രെയിലറുമാണ് ഇപ്പം വന്നിരിക്കുന്നത്. ജനപ്രിയ നായകന്റെ കംബാക്ക് ആണോ ഇത്? എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ബബ്ബ ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ. നമുക്കറിയാം ഈ ഒരു കേസ് വന്നതിന് ശേഷം ഈ സിനിമേനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. കാരണം കേസിൽ നമ്മുടെ ദിലീപ് ഏട്ടൻ എന്താ പറയുക, കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമയെ അത് ബെനിഫിറ്റ് ചെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കും. അതുപോലെ തന്നെ അത്രയും ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഈ സിനിമയ്ക്ക് ആൾക്കാർ കാത്തിരിക്കുന്നത്. അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ. കാരണം എന്താ വെച്ചാൽ ലാലേട്ടൻ ഇതിൽ ചേർന്നിട്ടുണ്ട്, ദിലീപ് ഉണ്ട്, അതുപോലെ തന്നെ ഗോകുലം പ്രൊഡക്ഷൻസ് പോലെയുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് അത്രത്തോളം ബഡ്ജറ്റ് ഇതിലിട്ടിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ലെവലിൽ ഇവരെന്തോ കണ്ടിട്ടുണ്ട്. സിനിമയുടെ മുമ്പേയുള്ള ടീസറും കാര്യങ്ങളിലും വന്നപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റേഞ്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അതും ദിലീപ് ഏട്ടന് ഒരു 8-9 വർഷമായിട്ട് മേജറായിട്ടുള്ള ഹിറ്റും കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല. അതിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സൈഡ് സിനിമകൾ വന്നു പോകുന്നല്ലാണ്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ പുള്ളിക്ക് എന്തായാലും കരിയറിൽ ആവശ്യമാണ്. ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള കാലം നമുക്കറിയാം. എന്തായാലും നമുക്ക് ട്രെയിലറിലോട്ടേക്ക് കടക്കാം മക്കളെ. പച്ചയായ ട്രെയിലർ റെസ്പോൺസ് ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. അതായത് റിയൽ നമുക്ക് എന്താണ് തോന്നുന്നത് ട്രെയിലർ കണ്ടിട്ട്, ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആവോ, ക്രിസ്മസ് തൂക്കോ, ന്യൂ ഇയർ സീസൺ കൊണ്ടുപോകുമോ എന്നൊക്കെ നമുക്ക് നോക്കിയിരുന്ന് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ ട്രെയിലർ. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാണ്. കാരണം ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. ഒരു ബാന്ദ്ര ടച്ച് തോന്നിയല്ലോ പെട്ടെന്ന്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ I will take you to the miraculous universe of the most wanted person you're searching for. ഇത് ഞാൻ വണ്ടിയല്ലേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ട്. വീണ്ടും സന്ധിക്കവരയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതായത് ഈ സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൻ ഇടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. എന്റെ മോനെ കംബാക്ക് തന്നെ ഇത്. സത്യം താൻ കടമേ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ And the ultimate star. അതൊരു 1.5 കാലമായിരുന്നു. മോനെ മതിയാ. இந்த நட போதுமா, இன்னும் கொஞ்சம் வேணுமா? എന്റെ മക്കളെ എന്താണ് പറയേണ്ടത്? ഇതുമാതിരിയുള്ള ഒരു കിടുക്കാച്ചി ട്രെയിലർ മക്കളെ അടുത്തൊന്നും കണ്ടിട്ടില്ല. അമ്മാതിരി ബോംബ് ട്രെയിലർ. ബോംബ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി തീപ്പൊരി ഐറ്റം. ഇത് നുണ പറയുന്ന എല്ലാം ഇത് കണ്ട എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഉത്സവ മൂഡ്. ശരിയായ സാധനം എന്ന് പറഞ്ഞാൽ ലാലേട്ടനല്ലേ, എന്താ സ്വാഗ്. ഇത് പൊളിച്ചടുക്കും മക്കളെ. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. 100 crore ഫോർ ഷുവർ. ചിലപ്പോൾ 200 crore വരെ ചിലപ്പോൾ എത്തിയെന്ന് വരാം. FDFS ലോക്ക്ഡ്. അമ്മാതിരി സാധനം. എന്താണ് ഒരു ഓറ എല്ലാവരുടെയും സ്വാഗ്. ദിലീപിനൊന്ന് ഈ ഒരു റേഞ്ചിൽ എങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു പൂണ്ട് വിളയാട്ടം എന്നെല്ലാം പറയും, അങ്ങനത്തെ ഒരു സംഭവത്തിൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഒരു പഴയൊരു ജനപ്രിയ നായകൻ തിരിച്ചു വന്നതുപോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പുള്ളിയുടെ കറക്റ്റ് സമയത്ത് തന്നെ ഈ സിനിമ വരിക എന്ന് പറഞ്ഞാൽ പൊളി. അതിൽ ലാലേട്ടനും കൂടി കൈകോർത്ത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഡുവോ, രണ്ടൊരു ബ്രദേഴ്സ് എല്ലാം ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന പോലെ പണ്ടത്തെ ഒരു വൈശാഖ പടമെല്ലാം കണ്ടിട്ടുള്ള ഒരു ആംബിയൻസും ഫീലെല്ലാണ് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും വൺ എക്സ്പെക്ടേഷൻസ് അങ്ങ് ഉയർത്തി. ഇത് പൊളിച്ചടുക്കും മക്കളെ, അമ്മാതിരി തീപ്പൊരിയായിട്ടാണ് ബബ്ബന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഷുവർ ഷോട്ട് 100 crore അല്ലേ, അല്ലെങ്കിൽ പടം തിയേറ്ററിൽ വിജയിക്കില്ലേ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്?
അതെല്ലാം കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. അണ്ടിൽ ദാൻ ടേക്ക് കെയർ ഗൈസ് ആൻഡ് ബൈ ബൈ.